മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വെബ് ടെക്നോളജി എന്നുള്ളതാണ്. നമ്മൾ ഈ ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ നമ്മൾ പഠിച്ചതെല്ലാം C++ എന്ന് പറയുന്ന ലാംഗ്വേജിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാൽ ഈ ഫോർത്ത് ചാപ്റ്റർ പേര് സൂചിപ്പിക്കുന്ന വെബ് ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മളിവിടെ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ പേര് HTML എന്നുള്ളതാണ്. ഇത് 10th SSLC കേരള സിലബസ് പഠിച്ചവർ HTML കുറച്ച് അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കും. HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫോർത്ത് ചാപ്റ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെക്ഷൻ ഇതിൻ്റെ കുറേ തിയറി പാർട്ടാണ്. എന്താണ് വെബ് പേജസ്, എന്താണ് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ, എത്ര തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ക്ലയന്റ് എന്താണ്, സെർവർ എന്താണ്, ഇതിലെ പ്രോട്ടോകോൾ എന്താണ്, ഇതിൻ്റെ അകത്തെ സോഫ്റ്റ്വെയർ പോർട്സ് എന്തൊക്കെയാണ് എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും. സെക്കൻഡ് സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ HTML എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. നമുക്ക് ലാബിൻ്റെ അകത്ത് നമ്മുടെ സെക്കൻഡ് ലാബ് എന്ന് പറയുന്നത് ആദ്യത്തെ C++ൻ്റെ ലാബാണ്. രണ്ടാമത്തെ ലാബ് HTML ആണ്. നമുക്ക് HTML നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. HTMLൻ്റെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. നമുക്ക് H stands for hyper, T stands for text, M stands for markup and L stands for language. നമ്മൾ ഈ HTML എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് നമുക്ക് ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യണം. നമുക്കറിയാം, ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗസറിൻ്റെ ഹെൽപ്പ് വേണം. നമുക്ക് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സ് നമുക്കറിയാം. ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിയാൽ അറിയാം, ഞാനിത് ക്ലിക്ക് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഇതൊരു ബ്രൗസറാണ്. ഇത് കൂടാതെ ഇവിടെ വേറെയും ബ്രൗസേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ബ്രൗസറാണ്. അതുപോലെ ഫയർഫോക്സ് ഉണ്ട്, മോസില്ല ഫയർഫോക്സ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതൊരു ബ്രൗസറാണ്, ഇതൊരു ബ്രൗസറാണ്. അങ്ങനെ പല ബ്രൗസേഴ്സ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു വെബ് പേജ് ഞാൻ സെർച്ച് ചെയ്യുകയാണ്. നമുക്കറിയാം സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്നുള്ളത്. ഞാൻ അവിടെ കേരള ഗവൺമെൻറ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. കേരള ഗവൺമെൻറ്. നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേന് നോക്കുക, ഗവൺമെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നു. ഓക്കെ, ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പേജാണ്. നമ്മൾ ആദ്യം വരുന്ന ഈ പേജിന് പറയുന്ന പേര് ഹോം പേജ് എന്നാണ്. ഈ പേജ് ഓക്കെ. ഈ പേജിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഈ സർവീസസിൻ്റെ അവിടെ ഞാൻ ഈ സർവീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതുപോലെ ഹോമെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹോം പേജിലേക്ക്, നമ്മൾ ആദ്യം കണ്ട പേജിലേക്കായിരിക്കും വരുന്നത്. നമ്മളിങ്ങനെ ഒരു പേജ് കണ്ടു. ഈ പേജ് ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് കാണണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ പേജിന് എഴുതിയിരിക്കുന്ന കോഡ്, ഇതിനെ സോഴ്സ് എന്നാണ് പറയുന്നത്. അത് കോഡ് കാണണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പേജ് സോഴ്സ് എടുത്താൽ മതി. ഇതിനകത്ത് കുറേ കോഡുകളുണ്ട്, നമുക്കതൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് അത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് പല കോഡുകൾ എഴുതണം. അതിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് HTML ആണ്. നമ്മളിപ്പോൾ കണ്ടു HTML ആണ്. എന്നാൽ HTML മാത്രമല്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനേക ലാംഗ്വേജസും കൂടെ യൂസ് ചെയ്യും നമ്മൾ ഒരു വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് HTML ആണ്. സോ HTML-നെ നമ്മൾ പറയുന്നത് ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ് എന്നാണ്. ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൻ്റെ ഭാഷ എന്നറിയപ്പെടുന്നത് HTML ആണ്. ഞാൻ പറഞ്ഞു പല ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ അടിസ്ഥാനം ലാംഗ്വേജ് HTML ആയതുകൊണ്ട് നമ്മൾ HTML എന്ന് പറയുന്ന പേരെന്താണ്, ലാംഗ്വേജ് ഓഫ് ഇൻ്റർനെറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ HTML പ്രോഗ്രാം വളരെ ഈസിയാണ് എഴുതാൻ. നമ്മുടെ C++ പ്രോഗ്രാം പോലെയല്ല. നമുക്ക് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ അറിയാമെങ്കിൽ നമുക്ക് തന്നെ വെബ് പേജസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേന് ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പേജിലേക്കാണ് നമ്മൾ പോയി നിൽക്കുന്നത്. ഇതൊരു വെബ് പേജാണ്. ഇങ്ങനെ പല വെബ് പേജുകൾ കൂടിയാൽ അതിന് പറയുന്ന പേര് വെബ്സൈറ്റ് എന്നാണ്. നമ്മളിവിടെ അടുത്ത യൂസ് ചെയ്യുന്ന രണ്ട് ടേം, ഒന്ന് വെബ് പേജസ് എന്താണ്, അതുപോലെ തന്നെ വെബ്സൈറ്റ്. വെബ് പേജസ് എന്താണ്, നമ്മുടെ കണ്ടന്റ്. വെബ് പേജസിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? വെബ് പേജസിൻ്റെ അകത്ത് നമുക്കറിയാം അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് കാണും. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സാമ്പിൾ നോക്കുക. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ടോ, പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്? ഇമേജസ് കാണും, ആനിമേഷൻ കാണും, സൗണ്ട് കാണും. ഒരു വെബ് പേജസിൻ്റെ അകത്ത് ടെക്സ്റ്റ് കാണും, ഇമേജ് കാണും,
അതുപോലെ ആനിമേഷൻസ് കാണും, പിന്നെ സൗണ്ട്സ് കാണും, ഓഡിയോ കാണും. അതാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് കാണും, വീഡിയോ കാണും, അല്ലെങ്കിൽ പ്രസന്റേഷൻ, പല പ്രസന്റേഷൻസും ഒക്കെ കാണാം. ലിങ്കുകൾ കാണാം. ലിങ്ക് എന്താന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ വെബ് പേജസിന്റെ കളക്ഷൻ എന്ന് പറയുന്ന പേരാണ് വെബ്സൈറ്റ്. സോ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജസിന്റെ കളക്ഷൻ പറയുന്ന പേരാണ് വെബ്സൈറ്റ്സ്. ഓക്കെ, ഇനി നോക്കുക. നമുക്ക് നമ്മൾ ഈ വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് ഇയറിന്റെ നിങ്ങളുടെ അഡ്മിഷൻ ഈ സ്കൂളിൽ കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈറ്റിൽ നമ്മൾ കയറി നോക്കിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ എന്നുള്ള. ആ സൈറ്റ് ഇതായിരുന്നു, HSCAP എന്ന് പറയുന്ന ഒരു സൈറ്റ്. ഈ സൈറ്റിന്റെ അകത്ത് കയറിയിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ നിങ്ങൾ ഇവിടെ നിന്നാണ് പ്രിന്റ് എടുത്തുകൊണ്ട് വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നമ്മുടെ റിസൾട്ട് നോക്കാൻ വേണ്ടി, ഇപ്പം ഫസ്റ്റ് ഇയറിന്റെ ഇപ്പം റിസൾട്ട് വന്നപ്പോൾ നമ്മൾ റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, കേരള റിസൾട്ട് .nic.in എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതിനെ ഇപ്പം ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്. ഇതിന്റെ വർക്കിംഗ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആദ്യത്തെ സെക്ഷനിൽ യൂസ് ചെയ്യുന്ന കുറേ ടേംസും അതിന്റെ വർക്കിങ്ങും നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ അകത്ത് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് തറവാകണം. നമ്മളിവിടെ കേരള റിസൾട്ട് ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇയർ റിസൾട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കും റിസൾട്ട് നോക്കിയത്. സ്കൂളിന്റെ മൊത്തം റിസൾട്ട് നോക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്തു, സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ടാണ്. അതിന്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങളുടെ റിസൾട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് നോക്കി. നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ നോക്കുന്നതിന് പകരം, ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത്, ഇതിനെ അഡ്രസ് ബാർ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് തന്നെ ഇപ്പം ഗൂഗിളിൽ നിന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്, ഗൂഗിൾ. ഇതിനെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യണം. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേന് ഈ പേജ് ഒരു സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഇൻഫർമേഷൻ അവിടെ നമുക്ക് തരുന്നത്. ഞാനിവിടെ നമ്മുടെ സ്കൂളിന്റെ 2 ഇമേജ് എടുക്കണം. അപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, CMS HSS മല്ലപ്പള്ളി എന്ന് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ അതിന്റെ ഇമേജസ് നോക്കുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ കുറെ ഇമേജസ് ഇവിടെ കാണാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത് നമ്മൾ വെബ് പേജ് എന്താന്നുള്ളതാണ്. ഇതിന് വെബ് പേജ് എഴുതണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? അത് HTML ആണ്. അതുകൊണ്ട് HTML പറയുന്ന പേരെന്താണ്? ലാംഗ്വേജ് ഓഫ് ഇന്റർനെറ്റ്. ഇവിടെ നമുക്ക് അവിടെ തുടങ്ങാം. വെബ് പേജസ് ആർ ഡെവലപ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ലാംഗ്വേജ് കോൾഡ്, HTML ഫുൾ ഫോം ആണ് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മൾ ഷോർട്ടായിട്ട് HTML എന്ന് പറയും. HTML is also known as, നമ്മളിപ്പം പറഞ്ഞാണ്, HTML is also known as the language of internet. ഇന്റർനെറ്റിന്റെ ഭാഷ എന്നറിയപ്പെടുന്നത് HTML ആണ്. ഇനി HTML എന്താ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ബ്രൗസർ എന്താന്ന് പറഞ്ഞു. ബ്രൗസർ എന്താണ്? നമ്മളും സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബ്രൗസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ചാൽ പല ബ്രൗസേഴ്സ് ഉണ്ട്. ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില്ല ഫയർഫോക്സ് ഉണ്ട്, അതുപോലെ തന്നെ പല ഇപ്പം സഫാരി, അങ്ങനെ പല ബ്രൗസേഴ്സ് ഉണ്ട്. HTML tells the browser how to display the content on a browser window. നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എങ്ങനെയാണ് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ, ഇതാ ബ്രൗസർ വിൻഡോ, ഇതിൻ്റെ അകത്ത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ബ്രൗസർ വിൻഡോ. ഈ വിൻഡോയ്ക്കകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് ഈ HTML പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, HTML tell the browsers how to display the content. ഓക്കെ, ഇനി നോക്കാം. 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറയും. ഈ വെബുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു കമ്മ്യൂണിക്കേഷന്റെ പേര് ക്ലയന്റ് ടു സെർവർ, രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷന്റെ പേര് സെർവർ ടു സെർവർ. ക്ലയന്റ് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ ക്ലയന്റ് എന്ന് എപ്പോൾ പറഞ്ഞാലും ക്ലയന്റ് സൂചിപ്പിക്കുന്ന ബ്രൗസറിനെ. സെർവർ എന്ന് പറഞ്ഞാൽ വെബ് സെർവർ. 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നെറ്റിൻ്റെ അകത്ത്. ഒന്ന് ക്ലയന്റ് ടു സെർവർ, ക്ലയന്റും സെർവറുമായിട്ട്. 2 സെർവറും സെർവറുമായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ സെക്ഷൻ നമ്മളിവിടെ ഞാൻ പറഞ്ഞു, നമുക്ക് HTML എന്നുള്ള സെക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ HTML എന്നുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ HTML എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ്, നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ്.
വെബ് പേജ് എന്നാന്ന് കണ്ടല്ലോ, ഇതാണ് ഒരു വെബ് പേജ്. ഇങ്ങനെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ HTML മാത്രമല്ല പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജസും നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് പലപ്പോഴും HTML ആണ്. അപ്പോൾ HTML ഈസ് യൂസ് ടു ക്രിയേറ്റ് വെബ് പേജസ്. ഓക്കെ, ഇനി നോക്കുക, ഇതിൻ്റെ അകത്ത് HTML-ൻ്റെ അകത്തെ കോഡിന് പറയുന്ന പേര് കമാൻഡ്സ് എന്നാണ്. കമാൻഡ്സ്. ഈ കമാൻഡ്സ് എഴുതുന്നത് HTML-ൻ്റെ അകത്തെ കമാൻഡ്സ് എഴുതുന്നത് നമ്മൾ ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ്. ഇങ്ങനത്തെ രണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ് എഴുതുന്നത്. ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുന്നതിന് പറയുന്ന പേര് ടാഗ് എന്നാണ്. ഉദാഹരണത്തിന് HTML എന്നുള്ള ടാഗ് എങ്ങനെയാണ് നമ്മൾ എഴുതും? HTML എന്ന് എഴുതി. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? HTML ടാഗ് എന്നാണ് വായിക്കുന്നത്. HTML-ന്റെ ഒരു പ്രത്യേകത, ഇത് കേസ് സെൻസിറ്റീവ് അല്ല. അതിന്റെ അർത്ഥം നമുക്ക് സ്മോൾ ലെറ്ററിൽ എഴുതാം HTML എന്ന്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് എഴുതാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എഴുതി, എങ്ങനെയായാലും കുഴപ്പമില്ല, ഇത് എടുത്തോളൂ. ഓക്കെ, അതിന്റെ അർത്ഥം ഇത് കേസ് സെൻസിറ്റീവ് അല്ല. പക്ഷെ HTML എന്ന് പറയുന്ന ടാഗ്, അല്ലെങ്കിൽ നമ്മൾ കോഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ HTML-ന്റെ പേജ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്ന ടാഗ് HTML ടാഗ്. ഒരു HTML-ന്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്ന HTML ടാഗിലും അത് എൻഡ് ചെയ്യാൻ ഒരു ടാഗ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? എൻഡ് ചെയ്യുന്ന സൂചിപ്പിക്കുന്നത് നമ്മളിങ്ങനെ ടാഗ് ഓപ്പൺ ചെയ്യുക, അത് കഴിഞ്ഞിട്ടേന് ഇങ്ങനെ ഒരു സ്ലാഷ് ഇടുക, എന്നിട്ട് HTML എന്ന് എഴുതുക. ഇതിന്റെ അർത്ഥം ഇവിടെ ഒരു ടാഗ് ഓപ്പൺ ചെയ്തു, ഇവിടെ ഒരു ടാഗ് ക്ലോസ് ചെയ്തു. ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? HTML ടാഗ്. ഇത് ക്ലോസിങ് HTML ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, സ്ലാഷ് ഇടുന്നു, എന്നിട്ട് ക്ലോസ് ചെയ്യേണ്ട ടാഗിന്റെ പേര് എഴുതി കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് HTML-ന്റെ അകത്ത് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, HTML-ന്റെ അകത്തെ പേജസ് എഴുതുന്നത് ടാഗിലാന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡിന് പറയുന്ന പേരാണ് ടാഗ് എന്ന് പറയുന്നത്. നോക്കുക, ദീസ് കമാൻഡ്സ് ആർ നോൺ ആസ് HTML ടാഗ്സ്. ഇനി നോക്കുക, ഈ HTML-ന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML. HTML സ്ട്രക്ചർ എന്താണെന്ന് പറയാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന HTML ടാഗില. രണ്ടാമത്തെ ടാഗിന്റെ പേരും H വെച്ച് തന്നെയാണ്, ഹെഡ് ടാഗ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ടാഗിന്റെ പേര് ഹെഡ്. മൂന്നാമത്തെ ടാഗിന്റെ പേര് ടൈറ്റിൽ എന്നാണ്. ഓക്കെ, നമ്മളൊരു ടൈറ്റിൽ എന്തെങ്കിലും അവിടെ കൊടുക്കണം. എന്തിനാണ് ടൈറ്റിൽ കൊടുക്കുന്നതെന്ന് പറയാം. ഇനി നമുക്ക് ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യണം. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് സ്ലാഷ് ടൈറ്റിൽ. ഈ ടൈറ്റിൽ എന്നുള്ളത് ഇവിടെ ക്ലോസ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു നമുക്ക് ഫ്രീഡം ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. HTML ഇതെല്ലാം നേരെ എഴുതി പോയാലും ഇത് വർക്ക് ചെയ്യും. പക്ഷെ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി HTML ടാഗ്, ഹെഡ് ടാഗ്, ഒരു ടൈറ്റിൽ ഞാൻ എഴുതി കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് ഹെഡ് ക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് ഹെഡ് ക്ലോസ് ചെയ്യുന്നത്. ഇനിയാണ് അതിൻ്റെ അകത്തെ മെയിൻ ഒരു ടാഗ്. ടാഗിന്റെ പേര് ബോഡി എന്നുള്ളതാണ്. ബോഡിക്കുള്ളിലാണ് നമുക്ക് വേണ്ടിയ കണ്ടന്റ് എഴുതി കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം, വെൽക്കം ടു മൈ ഫസ്റ്റ് HTML പേജ് എന്ന് എഴുതി. നമ്മുടെ ബോഡിക്കുള്ളിൽ, ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം, ഇതിനകത്ത് കണ്ടന്റ് കാണുന്ന ഭാഗമാണ് ബോഡി. ആ ബോഡിക്കുള്ളിൽ എന്ത് വരണോ അത് നമ്മൾ ബോഡി ടാഗിനുള്ളിലായിരിക്കും എഴുതി കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ബോഡി ടാഗ് ക്ലോസ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലായത്, ഒരു HTML-ന്റെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗിലും എൻഡ് ചെയ്യുന്നത് HTML ടാഗിലും. ഉണ്ടോ? അപ്പം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? HTML വായിക്കുന്നത് എങ്ങനെയാണ്? HTML ടാഗ്, അത് കഴിഞ്ഞ് ഹെഡ് ടാഗ്, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യുക, തിരിച്ചാ ക്ലോസ് ചെയ്യുന്നത്. അതായത് ടൈറ്റിലാണ് അവസാനം ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് അത് ആദ്യം ക്ലോസ് ചെയ്യുക, പിന്നെ ഹെഡ് ക്ലോസ് ചെയ്യുക, ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഈ സ്ട്രക്ചർ കാണാതെ പഠിക്കണം. ഇനി ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? എവിടെയാണ് കോഡ് എഴുതുന്നത്? നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എവിടെയും ഏത് ടെക്സ്റ്റ് എഡിറ്ററിലും HTML-ന്റെ കോഡ് എഴുതാം. ഇപ്പൊ ഇവിടെ എഴുതി, ഞാനിപ്പം നോട്ട് പാഡിൽ എഴുതിയേ. ഇതിന് പകരം നമ്മുടെ C++-ന്റെ നമ്മുടെ പ്രോഗ്രാം എടുത്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം. അതായത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഏത് ടെക്സ്റ്റ് എഡിറ്ററിലും ഇവിടെ നമുക്ക് HTML-ന്റെ കോഡ് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. എങ്ങനെ എഴുതുന്നത്? HTML, പിന്നെ അടുത്ത ഓർക്കുന്നുണ്ടോ? ഹെഡ്, അത് കഴിഞ്ഞ് ടൈറ്റില്, ഒരു ടൈറ്റിൽ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ടൈറ്റിൽ ക്ലോസ് ചെയ്യണം. ഇനി എന്ത് ചെയ്യും? ഹെഡ് ക്ലോസ് ചെയ്യണം.
അത് കഴിഞ്ഞിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്യണം. സോറി, ഇത് ക്ലോസ് ചെയ്തതാണ്. ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് വേണ്ടിയ കണ്ടന്റ് എഴുതി കൊടുക്കുക. വെൽക്കം ടു ദി വേൾഡ് ഓഫ് HTML എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് HTML ക്ലോസ് ചെയ്യുക. ഞാനിവിടെ നോട്ട് പാഡിലാണ് എഴുതുന്നത്. അതായത് എവിടെയാണ് ഇത് എഴുതുന്നത്, ഏത് ടെക്സ്റ്റ് എഡിറ്ററിലും എഴുതാം. പക്ഷെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. സേവ് ചെയ്യുന്നത്, ഞാൻ ഫയൽ എടുത്തു, സേവ് എസ്, HTML പേജ് സേവ് ചെയ്യുന്നത് പേര് ഡോട്ട് HTML എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ HTM എന്ന് കൊടുക്കാം. നമ്മുടെ പറയുകയാണ് ഒരു HTML ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയും .html എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ .htm എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നോക്കുക, ഞാനിത് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. സേവ് എന്ന് കൊടുത്തു. ഞാൻ ഫസ്റ്റ് H എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഇവിടെ അങ്ങനെ ഒരു പേജ് ഉണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് H എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടോ എന്ന് നോക്കാം. നോക്കാം, ഫസ്റ്റ് H എന്നും പറഞ്ഞൊരു പേജ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് ഓപ്പൺ ചെയ്യുന്ന, നമ്മൾ HTML കോഡ് ഓപ്പൺ ചെയ്യുന്ന എന്തിലാണ്? ബ്രൗസറിൽ. ഇതിപ്പം ഡിഫോൾട്ടായിട്ട് ഇത് വിൻഡോസിന്റെ ഒരു ബ്രൗസറാണ്. ഇതിനെ മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയും. എഡ്ജ് എന്ന് പറയുന്ന പുതിയൊരു ബ്രൗസറാണ്. ഈ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രോമിൽ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ വിത്ത് നമുക്ക് വേറെ ഒരു ബ്രൗസർ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ഗൂഗിൾ ക്രോം കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുക. ഇതുകൊണ്ടോ നമ്മുടെ കൊടുത്തിരിക്കുന്ന ഇതായിരുന്നു, അത് ബോഡിക്കകത്ത് വന്ന കണ്ടോ, വെൽക്കം ടു മൈ ഫസ്റ്റ് HTML പേജ്. അതല്ലേ ഇവിടെ എഴുതിയത് ഉണ്ടോ? ബോഡിക്കുള്ളിൽ എന്ത് കൊടുത്തു അതിവിടെ വന്നു. വെൽക്കം ടു മൈ ഫസ്റ്റ് HTML പേജ്, അതിവിടെ വന്നു ഉണ്ടോ? ഇനി ഇതിന്റെ ഹെഡിങ് എന്താ നമ്മൾ കൊടുത്തത്? എന്തായിരുന്നു ഇതിന്റെ ഹെഡിങ്? ടൈറ്റിൽ കൊടുത്തത് CMS HSS എന്നായിരുന്നു. ആ CMS HSS എന്നുള്ള ആ ഹെഡിങ് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം. നമ്മൾ ഈ CMS HSS എന്നുള്ള പേരിലാണ് നമ്മളത് സേവ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കി, ഈ വെൽക്കം ടു മൈ ഫസ്റ്റ് HTML പേജ് എന്നുള്ളത് നമ്മളിവിടെ ഇത് ഡിസ്പ്ലേ ആയി. അതിൻ്റെ അകത്ത് ബോഡിക്കുള്ളിൽ ഡിസ്പ്ലേ ആയി. ഇനി ചില ടാഗുകൾക്ക്, എല്ലാ ടാഗുകൾക്കും അല്ല, ചില ടാഗുകൾക്ക് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആ ക്യാരക്ടറിസ്റ്റിക്സിന് നമ്മൾ പറയുന്ന പേര് ആട്രിബ്യൂട്ട് എന്നാണ്. ഈ ആട്രിബ്യൂട്ട് എങ്ങനെ എഴുതുന്നതെന്ന്, ഉദാഹരണത്തിന് നമുക്ക് ഇപ്പം നമ്മൾ ഈ കണ്ട ഈ വെബ് പേജ് ഉണ്ടല്ലോ, ഈ വെബ് പേജിൻ്റെ അകത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് യെല്ലോ ആക്കണം. ഇതിപ്പം വൈറ്റ് ആയിട്ടാണ് ഡിഫോൾട്ടായിട്ട് വന്നേക്കുന്നത്. ഇത് യെല്ലോ ആക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ബോഡി, ഇതാണ് ബോഡി എന്ന് പറയുന്നത്. ഈ വൈറ്റ് സെക്ഷനിലുള്ളതാണ് ബോഡി. ഈ ബോഡിയുടെ കളർ യെല്ലോ ആക്കണം. അപ്പം നമ്മൾ എവിടെയായിരിക്കും കോഡിൻ്റെ അകത്ത് വ്യത്യാസം വരുത്തേണ്ടത്? നമ്മൾ ബോഡി എന്ന് പറയുന്ന ടാഗിന് അതിൻ്റെതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിനെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ. എങ്ങനെ ആട്രിബ്യൂട്ട് എഴുതുന്നത്? ടാഗ് എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് ആട്രിബ്യൂട്ട് എഴുതുന്നത്. അപ്പോൾ അവിടെ ആട്രിബ്യൂട്ട് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ പേര് BG കളർ എന്നാണ്. കളറിൻ്റെ സ്പെല്ലിംഗ് ഓർത്തോണം, COLOR എന്നേ ഉള്ളൂ. ഈക്വൽസ് ഡബിൾ കോട്ട്സിനുള്ളിൽ നമുക്ക് വേണ്ടിയ കളർ എഴുതി കൊടുക്കുക. ബോഡി BG കളർ ഈക്വൽസ് യെല്ലോ എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫയൽ എടുത്ത് ഓൾറെഡി സേവ് ചെയ്തതാണ്, അതുകൊണ്ട് ഇനി സേവേഴ്സ് വേണ്ട, സേവേ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്? ടാഗ്. ഈ സ്പേസ് ഇട്ടിട്ട് എഴുതിയിരിക്കുന്ന BG കളർ എന്ന് പറയുന്ന പേരെന്താ? ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് കഴിഞ്ഞ് ഒരു ഈക്വൽസ് കഴിഞ്ഞ് അതിനൊരു വാല്യൂ കാണും. അപ്പോൾ ഒരു ടാഗ് എഴുതുന്നതിൻ്റെ ബേസിക് സിൻറ്റാക്സ് എന്താ? ടാഗിൻ്റെ പേര്, ആട്രിബ്യൂട്ടിൻ്റെ പേര്, ഈക്വൽസ്, ഡബിൾ കോട്ട്സിനുള്ളതിൻ്റെ വാല്യൂ. നമ്മളിത് സേവ് ചെയ്തു. അപ്പം നമ്മുടെ നേരത്തെ പേജ് ഇതാ. പേജ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. നമുക്കിനി വീണ്ടും പോയി ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് റിഫ്രഷ് ചെയ്താൽ മതി. അതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ പോലത്തെ ഒരു ആരോ കാണും. ഇത് ക്ലിക്ക് ചെയ്താൽ മതി. നോക്കുക, നമ്മുടെ ആ പേജ് ഇപ്പോൾ യെല്ലോ കളറിലായി. നമുക്കിത് വേറൊരു കളറിലാക്കണം. നമുക്കിത് ബ്ലൂ കളറിലാക്കണം. എവിടെയായിരിക്കും കോഡ് വ്യത്യാസം വരുത്തുന്നത്? കോഡ് വ്യത്യാസം നമ്മുടെ കോഡ് എടുത്തിട്ട് ബോഡി BG കളർ ഈക്വൽസ് നമ്മുടെ ഇവിടെ പുതിയൊരു കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം. ബ്ലൂ എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഫയൽ എടുക്കുക, സേവ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് റിഫ്രഷ് ചെയ്യുക എന്നാണ് പറയുന്നത്. റിഫ്രഷ് ചെയ്യുക അല്ലെങ്കിൽ റീലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേജ്. ഇനി നമ്മുടെ ഈ പേജിന്റെ കോഡ് കാണണം. നമ്മൾ ഇതൊരു വെബ് പേജ് റൺ ചെയ്തേക്കുവാണ്. ഇതിന്റെ കോഡ് കാണാൻ വേണ്ടി ഈ പേജിനുള്ളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നമ്മൾ നേരത്തെ കാണിച്ചാണ് വ്യൂ പേജ് സോഴ്സ് ഉണ്ടോ? ഇതല്ലേ അതിന്റെ സോഴ്സ്. ഈ കോഡല്ല ഞാൻ അവിടെ എഴുതിയിരുന്നത്. ആ കോഡ് കാണാൻ വേണ്ടിയിട്ടത്തേന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വെബ് പേജിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ പേജ് സോഴ്സ് എന്ന് കൊടുത്താൽ മതി. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്താണ്
വെബ് പേജിൻ്റെ അകത്ത് HTML ഫുൾ ഫോം, HTML എന്ന് പറയുന്നത് ലാംഗ്വേജ് ഓഫ് ഇന്റർനെറ്റ് എന്നാണ്. അതുപോലെ തന്നെ ഒരു HTML ഡോക്യുമെന്റ് അതിൻ്റെ അകത്തെ കമാൻഡ് എഴുതുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതായത് ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ്. അതിന് പറയുന്ന പേര് ടാഗ് എന്നാണ്. എല്ലാ HTML പേജും സ്റ്റാർട്ട് ചെയ്യുന്ന HTML ടാഗിലാണ്, ക്ലോസ് ചെയ്യുന്ന HTML ടാഗിലാണ്. ഈ HTML ടാഗ് കേസ് സെൻസിറ്റീവ് അല്ല. അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ എഴുതാം. അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. HTML പേജ് സേവ് ചെയ്യുന്നത് പേര് ഡോട്ട് HTML എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ HTM എന്ന് കൊടുക്കാം. അങ്ങനെയാണ് അത് സേവ് ചെയ്യുന്നത്. HTML പേജ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രൗസറിൻ്റെ ഹെൽപ്പ് വേണം. അതിൻ്റെ അകത്തുള്ള ബ്രൗസർ വെച്ച് നമുക്ക് അതിനെ ഓപ്പൺ ചെയ്തിട്ട്, ഞാനിപ്പോൾ വേറൊരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അത് ഓപ്പണായി, ഈ പേജ് ഓപ്പണായി. ഇനി ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ സോഴ്സ് അല്ല, അതിൻ്റെ കോഡ് കാണണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വ്യൂ പേജ് സോഴ്സ് എടുത്താൽ മതി. നമ്മുടെ കോഡ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില ടാഗുകൾക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ കാണും, ക്യാരക്ടറിസ്റ്റിക്സ് കാണും. അതിന് നമ്മൾ പറയുന്ന പേര് ആട്രിബ്യൂട്ട് എന്നാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ